ഫിലിം ഗാരേജിലേക്ക് ഒരുക്കം സ്വാഗതം. ഒരു മലയാളം സിനിമയുടെ വലിയ വിജയം നേടിയെടുത്ത ലാലേട്ടന്റെ തുടരും എന്ന സിനിമയുടെ കാത്തിരുന്ന 27 ദിവസത്തെ കൃത്യമായ കേരള വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. കൂടാതെ സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വൈകാതെ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ലാലേട്ടന്റെ ജന്മദിനത്തിൽ സിനിമയ്ക്ക് 1 കോടി കളക്ഷൻ പ്രതീക്ഷിക്കുന്നുവെന്ന് പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ലാലേട്ടന്റെ ജന്മദിനത്തിലും സിനിമയുടെ കളക്ഷൻ 1 കോടിയിൽ നിന്നും താഴേക്ക് പോയില്ല. ഇന്നലെ മാത്രം കൃത്യം 1 കോടി ഗ്രോസ് കളക്ഷനാണ് കേരളത്തിൽ സിനിമ നേടിയെടുത്തത്. അങ്ങനെ വെറും 27 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 113 കോടി 50 ലക്ഷം കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ ഷെയർ കൊണ്ട് തന്നെ മിന്നും വിജയം നേടിയെടുത്ത സിനിമയുടെ വേൾഡ് വൈഡ് 27 ദിവസത്തെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ അതും പ്രതീക്ഷിച്ചതുപോലെ അടുത്ത മൈൽ സ്റ്റോൺ നേട്ടത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. 225 കോടി വേൾഡ് വൈഡ് ഗ്രോസ് തുടരും പിന്നിട്ട് 225 കോടി 75 ലക്ഷം വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് സിനിമ എത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയറിലേക്ക് വരികയാണെങ്കിൽ നിർമ്മാതാവിന് വേൾഡ് വൈഡ് തിയേറ്റർ ഷെയറായിട്ട് 94 കോടി 70 ലക്ഷം ഇന്നലെ വരെ ലഭ്യമാകുമെന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഷെയർ കൂടി വരുമ്പോൾ 95 കോടിയിലേക്ക് തുടരും സിനിമയുടെ ആകെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ എത്തപ്പെടുന്നതാണ്. 30 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്റർ കളക്ഷൻ കൊണ്ട് തന്നെ വലിയ ലാഭകരമാകുന്ന സിനിമയായിട്ട് മലയാളത്തിൽ മാറുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. മലയാളത്തിലാകെ 3 സിനിമകൾ മാത്രമേ 225 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടന്നിട്ടുള്ളൂ. എമ്പുരാൻ, മഞ്ഞുമൽ ബോയ്സ്, തുടരും എന്നീ സിനിമകളിലെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് തുടരുമാണ് എന്ന് നിസ്സംശയം പറഞ്ഞുകൊള്ളട്ടെ. മഞ്ഞുമൽ ബോയ്സിന് ഇനിയും ഒരു 15 കോടിയിലധികം കളക്ഷൻ തുടരുമെന്ന സിനിമയേക്കാൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ കേസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. മഞ്ഞുമലിന് വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ 86 കോടി മാത്രമേ ലഭ്യമായുള്ളൂ. അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ തുടരുമെന്ന സിനിമ വലിയ സാമ്പത്തിക ലാഭം നേടിയെടുത്തിരിക്കുന്നു. ഇതിനിടയിൽ സിനിമയുടെ മറ്റൊരു നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ 200 കോടിയും 225 കോടിയെല്ലാം തന്നെ കളക്ഷൻ പിന്നിട്ടിരിക്കുകയാണല്ലോ ലാലേട്ടന്റെ തുടരും. ലാലേട്ടൻ വഴി സിനിമയ്ക്ക് ഒരു അഭിമുഖമോ പ്രൊമോഷൻസോ ഒന്നും തന്നെ സിനിമയുടെ റിലീസിന് മുന്നെയോ ശേഷമോ ഒന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നായകന്റെ ഓൺലൈൻ പ്രൊമോഷൻസ് അതോടൊപ്പം തന്നെ ഓടി നടന്നുള്ള പ്രൊമോഷൻസും ഇല്ലാതെ ഒരു സിനിമ 100 കോടിയും 225 കോടിയെല്ലാം തന്നെ കളക്ഷൻ നേടിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും കളക്ഷൻ നേടിയെടുത്ത് കാണിച്ചു തരാനായിട്ട് തനിക്ക് കഴിയുമെന്ന് ലാലേട്ടൻ കാണിച്ചു വന്നിരിക്കുന്നു. അന്യഭാഷയിലെ അജിത്തിന്റെ സിനിമകൾക്കെല്ലാം മാത്രമേ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ലാലേട്ടന്റെ ഒരു ബോക്സ് ഓഫീസ് പവർ എന്താണെന്ന് ഇവിടുത്തെ കൊച്ചു പിള്ളേർ വരെ മനസ്സിലാക്കി കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കാത്തിരിക്കാം കൂടുതൽ തുടരും വാർത്തകൾക്ക്.